نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بفضل بسم الله الرحمن الرحيم ومن الناس من يشري نفسه ابتغاء مرضات الله والله رؤوف بالعباد صدق الله مولانا العظيم قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة محمد صلى الله عليه وسلم അതിലുണ്ടു മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും താരാട്ടു പാടാൻ തോഴിമാറു പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതപ്പോഴും അതിനോട് അതിലേക്കു നീ ഒരു പാസുതാമന്നാനേ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ വേദിയിൽ ഉപവിഷ്ടരായ ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മമകന്മാരെ, അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മെ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന് നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അല്ലാഹുവിന്റെ കരുണ കൊണ്ട്, അവന്റെ ഉദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് SKSSF ജോക്കട്ട് ശാഖ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രഭാഷണ മജ്ലിസിലാണ് ഞാൻ നിങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി പരിശ്രമിച്ചവർ, ഓടി നടന്നവർ, സഹായിച്ചവർ, നല്ല വാക്കു പറഞ്ഞവർ, ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ഈ സംഘാടകരുടെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു ഒരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും കിടക്കുന്നില്ല. കാരണം സമയം വളരെ കുറവാണ്. ഇപ്പൊ സമയം ഏകദേശം 9:30. അപ്പൊ അതുകൊണ്ട് കൂടുതൽ സമയം പാഴാക്കാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല. കാരണം സമയത്തിന് വല്ലാത്ത വിലയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നത്തെ പരിപാടിയിൽ, ഇന്ന് നാളേക്കുള്ള പരിപാടി, ഇന്നലെയും ഇന്നേക്കുള്ള പരിപാടി ഒഴിവാക്കേണ്ടതാണ്. പക്ഷേ സംഘാടകരുടെ കാര്യം ഓർക്കുമ്പോൾ വലിയ വിഷമാണ്. ഇവിടെ നിന്ന് ചങ്ങനാശ്ശേരി വരെ അവര് 2 പ്രാവശ്യം കണ്ട് യാത്ര ചെയ്ത് വന്നിട്ട് ഈ ഡേറ്റ് വാങ്ങിച്ചു. അവർക്ക് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതിന്റെ കാര്യങ്ങളൊക്കെ, ഒരുപാട് പ്രശ്നങ്ങളും വന്നതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ രാവിലെ എൻ്റെ ഭാര്യയും മക്കളും ഉംറയ്ക്ക് പോവുക. സ്വന്തം ഭാര്യയും മക്കളും ഉംറയ്ക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടെ പോകാൻ കഴിയാത്തതിൻ്റെ വേദന, അത് പ്രത്യേകിച്ച് ഓരോ മനുഷ്യനും മനസ്സിലാകുന്നു. അപ്പൊ അവരെന്തായാലും എൻ്റെ നാട്ടിൽ നിന്ന് ഉംറയ്ക്ക് വേണ്ടി അവർ പുറപ്പെട്ടു. കോഴിക്കോട് എയർപോർട്ടിൽ നാളെ രാവിലെ എത്തും. അപ്പൊ എനിക്ക് അവരെ ഒന്ന് യാത്രയാക്കാനെങ്കിലും അവിടെ വരെ പോകണം. നാളെ എനിക്ക് കുടകില്ല പരിപാടി, നാളെയും പോകാൻ പറ്റില്ല. സംഘാടകരോട് ഇതൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പിന്നെ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തു വെച്ചിട്ട് അവസാനം പ്രസംഗിക്കേണ്ട ഉസ്താദ് വന്നില്ലെങ്കിൽ ഈ വന്നവരൊക്കെ അവരുടെ നെഞ്ചത്താ കയറാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇൻഷാ അല്ലാഹ് ഈ വഅദ് കഴിഞ്ഞിട്ട് നാളെ രാവിലെ കോഴിക്കോട് എയർപോർട്ടിൽ എത്തണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരുപാട് നേരം ഞാൻ സംസാരിക്കില്ല. എത്രയും പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് സമയം, സംഘാടകർ സാധാരണ ഇവിടെയൊക്കെ പരിപാടി തുടങ്ങുമ്പോൾ 10 മണി, ഇന്നലെയൊക്കെ 10 മണിയായി. അപ്പൊ എല്ലാവരും താമസിച്ചേ തുടങ്ങൂ എന്നുള്ള വിചാരത്തിൽ അധികം പേരും വരാത്തത്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു 11:30 മുമ്പായിട്ട്, ഇപ്പൊ സമയം 9:30 10:30, ഇൻഷാ അല്ലാഹ് 11 മണി, ഒരു 11:15 മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർ വലിയ പിരിവൊന്നും പറഞ്ഞില്ല ഉസ്താദെ, നിങ്ങൾക്ക് വലിയ ലക്ഷ്യമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് അവർക്ക് ഏറ്റവും വലിയൊരു വിജയമായി കാണുന്നത്. അൽഹംദുലില്ലാഹ് നല്ല സന്തോഷമുണ്ട്. SKSSFന്റെ പ്രവർത്തകർ അതങ്ങനെ എപ്പോഴും നല്ലതിന് മുമ്പന്തി നിൽക്കുന്നവരാണ്. എന്റെ പ്രിയമുള്ളവരെ, വല്ല രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഓരോ സദസ്സുകളിൽ നമ്മൾ വലിയ രീതിയിൽ അവർക്കൊക്കെ വലിയ സ്വീകരണങ്ങൾ നൽകുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ കണ്ട ഒരു മനോഹരമായ ഒരു കാഴ്ച പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ 2 വർഷം കൊണ്ട് 2 വർഷമല്ലേ 2 വർഷം കൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു പൊന്നുമോനെ ആദരിക്കുക. അവൻ മനോഹരമായ ശബ്ദം, അള്ളാഹു ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ആ മകനെ ആദരിക്കാന്ന് വെച്ചാൽ. രണ്ടാമതായിട്ട് ബഹുമാനായ ഉസ്താദ് അവർകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലമാഉ വറസത്തുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങൾ. അപ്പൊ ആ ആലിമിയായ ഒരു മനുഷ്യനെ കൂടെ ഒരു ബഹുമാനായ ഉസ്താദ് അവർകളെ കൂടെ ആദരിക്കുകയുണ്ടായി. അതിലുപരിയായിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഏകദേശം മനസ്സിലായത് വെച്ച് നോക്കുമ്പോൾ മഴക്കാലത്ത് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തി അല്ലേ? ചെറുതായിട്ട് എനിക്ക് കർണാടക മനസ്സിലായി തുടങ്ങിയിട്ടാ. മഴവെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞാൻ പോയി കണ്ടിരുന്നു. മടിക്കേരിയുടെ ഭാഗമൊക്കെ പോയി കാണുമ്പോൾ പ്രസവനെ ഒരു നാട് തന്നെ, ഒരു ചെറിയ ഒരു ഗ്രാമം തന്നെ ഇല്ല, ഒരു അഡ്രസ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ വല്ലാത്ത മഴവെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഞാനൊക്കെ ജോലി ചെയ്യുന്ന ഞാനൊക്കെ നട റോഡിൽ നിന്നിട്ടുണ്ട് വെള്ളത്തിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ജുമാ നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ കഴിയാതെ ആ വെള്ളത്തിന്റെ ഇടയിൽ കഴിഞ്ഞിരുന്ന ഒരു രംഗം ഓർമ്മയുണ്ട്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം ഉണ്ടായ സമയത്തിൽ താങ്ങും തണലുമായിട്ട് വിക്കായുടെ ചെറുപ്പക്കാർ അൽഹംദുലില്ലാഹ് മടിക്കേരിയിൽ മതങ്ങൾ മറന്നുകൊണ്ടും മനുഷ്യത്വം മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് അവർ നടത്തിയ ഒരു വല്ലാത്ത പോരാട്ടം.
അതിന്റെ നേതൃത്വം നൽകിയ പല ചെറുപ്പക്കാരെയും ഞാൻ കാണുകയുണ്ടായി. അവർക്കൊക്കെ ഉംറയ്ക്ക് പോകാനുള്ള ഒരു അവസരം അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുത്തു. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ 2 ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അല്ലാഹു ആ മക്കൾക്കും പോകാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വലിയ കാരുണ്യ പ്രവർത്തനം നടത്തിയ ആ കുട്ടികൾക്ക് കൂടെ അൽഹംദുലില്ലാ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു അംഗീകാരമാണത്. അത് പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല, പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു കാര്യമല്ല, ഒരു വലിയ അംഗീകാരം. അൽഹംദുലില്ലാ അത് 100 വട്ടം അൽഹംദുലില്ലാ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആരായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുനിയാവും ആഖിറവും അല്ലാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും ഒരു 11 മണി വരെ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? എന്താപ്പാ ഇരിക്കുമല്ലേ? ഒന്ന് കൈവക്കി കൂടിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചിട്ടാ. എവിടെ എപ്പോഴാ ഇലക്ഷൻ? ഇവിടെ പ്രഖ്യാപിച്ചില്ല. 18-ാം തീയതി. അപ്പൊ അൽഹംദുലില്ലാ ഞങ്ങളുടെ നാട്ടിലൊക്കെ 23-ാം തീയതി. നിങ്ങൾക്ക് മുമ്പാണ് ഇലക്ഷൻ, ഇവിടെ ഞങ്ങളെക്കാളും മുമ്പാണ്. ഞാനും വലിയ വിഷയം മഹാനായ ജബ്ബാർ ഉസ്താദ് അള്ളാഹു വെറുത്ത ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എടുത്ത മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ മുഹമ്മദ് ഉസ്താദിന്റെ അവിടെ ആയിരുന്നു 21-ാം തീയതി പരിപാടി. ഇലക്ഷൻ എന്ന് ആകുമോ എന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പൊ അൽഹംദുലില്ലാ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹതപ്പെട്ടവർക്ക്, ഞാൻ അസഹ്യം പറയുന്നില്ല, അള്ളാഹു അർഹതപ്പെട്ടവർക്ക് നീ അധികാരം കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹു നിന്റെ സഹായം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പെട്ടെന്ന് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 2 കസേര എടുത്തപ്പോ അവിടെ നിന്ന് ആരെങ്കിലും ഒരു 2 കസേര എടുത്തിട്ട് ഈ നിൽക്കണ 2 മലക്കൊക്കെ കൊടുത്ത് ഈ 2 ചങ്ങായിമാർക്ക് അവരെന്റെ മുന്നിൽ നിൽക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ വിഷമം. 2 കസേര ഇട്ട് കൊടുത്ത് അവരിയ്ക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കും മക്കളെ. മനോഹരം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ പ്രവർത്തകരോട് ഹാജിയാരോട് നല്ലൊരു അഭിനന്ദനം. ആ കുട്ടികളൊക്കെ പോലീസുകാർ പോലും ഇങ്ങനെ അടിക്കൂല കേട്ടാ. സത്യമായിട്ടും പോലീസുകാർ പോലും നല്ല രീതിയിൽ സല്യൂട്ട് അടിക്കാത്ത ഈ സമയത്ത് ഒരു 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കള് നേരെ സത്യം പറഞ്ഞ അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. അത്രയ്ക്കും മനോഹരം എന്നാ അവര് ഒതുക്കുന്നത്. അൽഹംദുലില്ലാ സമസ്തയിലെ വളർന്നു വരുന്ന കുട്ടികളെ യുവതലമുറ അൽഹംദുലില്ലാ അള്ളാഹു മക്കളെയൊക്കെ സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തിന്റെ കൊടിക്കീഴിൽ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. സന്തോഷമല്ലേപ്പാ, നല്ല രസംകാരുന്ന മക്കൾ. അൽഹംദുലില്ലാ അള്ളാഹു മക്കളെ ദുനിയാവിലെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ നിൽക്കുന്നവരെല്ലാവരും ഒന്ന് ഇരുന്നാൽ, എനിക്ക് നിങ്ങൾക്ക് ഒന്ന് ഇരുന്നാൽ മതി. ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ അത്രയും ശബ്ദം കുറയ്ക്കാം. നിങ്ങളൊന്ന് മുന്നോട്ട് കയറി. എന്തായാലും വഴുതിന് വന്നില്ല, എന്തായാലും വഴുതിന് വന്നു, എന്തായാലും കുറച്ചു നേരമെങ്കിലും ഇരിക്കും. ആ ഇരിക്കുന്നത് മുൻപന്തിയിലിരിക്കും. എന്തേ പ്രതിഫലം? നിങ്ങൾ വിചാരിച്ചോ വഴുതിന്റെ സദസ്സുകളിൽ വന്നിട്ട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ സദസ്സ് മുഴുവനും മലക്കുകൾ ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ്. ഈ സദസ്സ് മുഴുവനും മലക്കുകൾ ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മജ്ലിസുകൾ മലക്കുകൾ വലയം ചെയ്യുമെന്ന. ഇവിടെ 2 കാര്യം ഇറങ്ങും. ഇവിടെ 2 കാര്യം അള്ളാഹുവെ ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരും. ഒന്ന്, അള്ളാഹു സമാധാനം ഇറക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സമാധാനം ഇറങ്ങുന്ന ഒരു വലിയ സദസ്സ്. അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഖത്ത് ചെയ്യുന്ന സദസ്സ്. എന്തേ മനുഷ്യ നിനക്ക് ഇതിന്റെ പ്രതിഫലം അറിയാത്തത്? മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൽമിന്റെ സദസ്സുകൾ, അതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മജ്ലിസുകൾ, പള്ളികൾ, അതിന്റെയൊക്കെ മുൻപന്തിയിൽ ഇരിക്കുന്ന ഈ വഅദ് കേൾക്കാൻ വന്ന് ഇത് ദുനിയാവിലെ സ്വർഗമെന്ന് വെറുതെയല്ലല്ലോ മുത്തുനബി പറഞ്ഞേ. മുത്തുനബിയല്ലേ പറഞ്ഞേ ദുനിയാവിലെ 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗത്തിലല്ലേ മനുഷ്യ ഞാനും നിങ്ങൾ ഇരിക്കണേ. നമ്മുടെ സ്വർഗത്തിൽ പോകാനല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നത്? കണ്ണിന്റെ മുന്നിൽ അള്ളാഹു സ്വർഗം കാണിച്ചിട്ട് ഇരിക്കാൻ പറ്റണില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചങ്ങാതി അള്ളാഹ് നിനക്ക് സ്വർഗം തരുന്നേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുൻസഫിൽ വന്നിരിക്കുന്നവർ, മുമ്പന്തിയിൽ ഇരിക്കുന്നവർ, അവരെ മലക്കുകൾ പരിചയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ചങ്ങായിമാരെ കയ്യിൽ പിടിച്ചിട്ട് മലക്കുകൾ നിന്നോട് സലാം പറയുന്നുണ്ട്.
നിന്നെ പരിചയപ്പെടുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുക, രണ്ട് കാര്യങ്ങളുടെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യൻ അതിനു വേണ്ടി യുദ്ധം ചെയ്യുമായിരുന്നു എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അധികാരത്തിനല്ല, അധികാരം പിടിക്കാനല്ല, പള്ളിയുടെ പ്രസിഡന്റും സെക്രട്ടറിയോ രാഷ്ട്രീയക്കാരാകാനൊന്നുമല്ല. എന്റെ പ്രിയമുള്ളവരെ, ഉമർ തങ്ങൾ പറയുന്നു, രണ്ട് കാര്യത്തിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലും മനുഷ്യന്മാര് തമ്മിലടി യുദ്ധം ചെയ്യുമായിരുന്നു. പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, പെണ്ണിന് വേണ്ടിയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യത്തിന് വേണ്ടി. ഒന്ന്, ബാങ്ക് വിളിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ബാങ്ക് വിളിക്കാൻ വേണ്ടി ജനങ്ങൾ മത്സരിക്കുമായിരുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ ഖത്തീബല്ല, ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ, ആ മുഅദ്ദിൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ തമ്മിലടിക്കൂല, അധികാരം പിടിച്ചെടുക്കാൻ വളഞ്ഞ വഴി നോക്കൂല, ഖത്തീബാകുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഒന്നുമില്ല. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനാകാൻ വേണ്ടി മത്സരിക്കുമായിരുന്നു. പക്ഷെ എന്നതപ്പ ആർക്കാ പറയില്ല, ദിവസം ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് വലിയ പരിഗണന നമ്മൾ നൽകാറില്ല. ആ മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെട്ട മനുഷ്യനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, അള്ളാഹു ഇഷ്ടപ്പെട്ട സദസ്സിന്റെ ഒന്നാമത്തെ സഫിൽ ഇരുന്നാ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ ഈ പുറകെ പോയി ഇരിക്കുമായിരുന്നു. ഈ നിരന്നു കിടക്കുന്ന ഈ സദസ്സിന്റെ അള്ളാഹു ഇഷ്ടപ്പെട്ട സദസ്സല്ലേ. ഞാനിവിടെ സംഘടന എന്ന് പറയുന്നില്ലല്ലോ, ഒരാളുടെയും പച്ചയിറച്ചി ഞാൻ തിന്നാറില്ല, അത് എന്തായാലും ഞാൻ പറയാറില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഈ സദസ്സിന്റെ ഒന്നാമത്തെ ബെഞ്ചിൽ വന്നിരുന്നാ കിട്ടുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹ് ഇന്നിവിടെ വല്ല അടിയും നടന്നേനെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ നമ്മൾ അങ്ങനല്ല, നമുക്കതറിയില്ല, നമുക്കതിന്റെ മഹത്വം അറിയില്ല. എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാനുള്ള മനസ്സും ചിലർക്കില്ലാതെ പോയി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ എല്ലാവർക്കും പറയാൻ നൂറുകണക്കിന് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട്. വഅദിന് കടന്നു വരുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് ഉസ്താദെ മക്കളില്ല, വല്ലാത്ത കടമാണ്, കച്ചവടമൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുകയാ, ഉസ്താദെ മക്കൾ രോഗം പിടിച്ച് കിടക്കുന്നു, ഭാര്യ ഗർഭിണിയാണ്, എല്ലാവരും പ്രയാസങ്ങളാ പറയുന്നത്. പലരും ഉസ്താദെ സ്വന്തമായിട്ട് വീടില്ല, വീടിന്റെ പണി നടക്കണം, എനിക്കൊരു വീട് വേണം. ഇതെല്ലാം ഇങ്ങനെ പറയുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ അതൊരു വലിയതാണ്, എല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രയാസങ്ങൾ എന്നോട് പറയുന്നു, എന്റെ പ്രയാസങ്ങൾ ഞാൻ ആരോടാ പറയണം? അള്ളാഹിനോടല്ലേ പറയാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്ന ഒരു കാര്യം മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മളെല്ലാവരും എന്റെ പ്രിയപ്പെട്ടവരെ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ വെള്ളിയാഴ്ച മുതൽ നമ്മളെല്ലാവരും പള്ളിയിൽ നമസ്കരിക്കാൻ പോകുമ്പോൾ ആര് ദുആ ചെയ്താലും ആ ദുആയിൽ പറയും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലഗ്നാ ശുഹ്റു റമളാൻ. അല്ലാഹുവിനോട് ബർക്കത്ത് ചോദിക്കേണ്ട മാസമാണ്, അല്ലാഹുവിനോട് ബർക്കത്ത് ചോദിക്കേണ്ട മാസം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന നിഅമത്തുകൾ, നിന്റെ കൈ, നിന്റെ കണ്ണ്, നിന്റെ കരള്, നിന്റെ കിഡ്നി, നിന്റെ തലച്ചോറ്, നിന്റെ ബുദ്ധി, നിന്റെ കേൾവി, നിന്റെ നാവിന്റെ ശക്തി, നിന്റെ വീട്, നിന്റെ പറമ്പ്, നിന്റെ സമ്പാദ്യം, നിന്റെ കച്ചവടം, നിന്റെ കടകൾ എല്ലാം നിനക്ക് നിലനിൽക്കണമെങ്കിൽ, അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ നിഅമത്തുകളും മരിക്കുവോളം നിലനിൽക്കണമെങ്കിൽ, അള്ളാഹു നൽകിയിരിക്കുന്ന നിഅമത്തുകൾ മുഴുവനും നിനക്ക് മരിക്കുന്ന കാലം വരെ നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് എപ്പോഴും ഓതിയാ മതി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിന്റെ വീട് വിൽക്കണ്ട, അത് നിനക്ക് എന്നും വേണ്ടേ. നിന്റെ സമ്പാദ്യം നിനക്ക് വേണ്ടേ, നിന്റെ ജോലി നിനക്ക് വേണ്ടേ. ഈ കൈ പോയാ പിന്നെ സിറാജിന് എന്തിനു കൊള്ളാം? ഈ കാലിന്റെ കാലങ്ങ് പോയാൽ, ഈ ശരീരം അങ്ങ് തളർന്നു പോയാൽ, ഈ നാമൊന്ന് പിഴച്ചു പോയാൽ കഴിഞ്ഞില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യം വേണം. അതുകൊണ്ട് ആ ദുആ ചെയ്യുമ്പോ പറഞ്ഞത്, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് താ. ദുആ ചെയ്യാൻ അങ്ങനെയല്ലേ മുത്തുനബി പറഞ്ഞത്? അല്ലാഹുവേ നീ ദീർഘായുസ്സ് താ എന്നല്ല ദുആ ചെയ്യേണ്ടത്, ആഫിയത്തുള്ള ദീർഘായുസ്സ്. എന്റെ സഹോദരൻ 60 വയസ്സ് വരെ ജീവിച്ചു. 30 വയസ്സായപ്പോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് നട്ടലൊടിഞ്ഞതാ. കിടന്ന കിടപ്പി കിടന്ന് 30 കൊല്ലം കിടന്നിട്ട് എന്ത് കിട്ടാനാ? ഒരു മാസം കഴിയുമ്പോ ഭാര്യ പറയുന്ന, മനുഷ്യൻ മരിച്ചാ മതിയായിരുന്നു പടച്ചവനെ. സ്വന്തം മക്കള് നോക്കി നോക്കി മടുത്തു, ആരാ പാർക്കും വേണ്ട. മരിക്കുന്ന ദിവസവും സ്വന്തം കൈ കൊണ്ട് ഒതുവെടുത്ത് അവസാനത്തെ വക്കത്തും
കളയാക്കാതെ നിസ്കരിച്ചു മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അള്ളാഹു നൽകിയിരിക്കുന്ന എല്ലാ നിഅമത്തുകളും മരിക്കുവോളം നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആനിലെ ഒരേ ഒരായത്ത് ഇന്നു മുതൽ ഓതി തുടങ്ങണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? അള്ളാഹു നൽകിയിരിക്കുന്ന നിന്റെ കയ്യും കണ്ണും കാലൊക്കെ നിനക്ക് വേണമെങ്കിൽ നീ ഓത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിനിടയിലേക്ക് ഫില്ല് ചെയ്തൊക്കെ എല്ലാവരും ഒരു 3 സ്വലാത്ത്. നമുക്ക് സ്വലാത്ത് പറയാതെ പറ്റൂലല്ലോ. ബറക്കത്തിന് മുത്തനബിയെ പറയാതെ കഴിയില്ല. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മളെ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു പറയാനും കേൾക്കാനും ആ പറയുന്നത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇൻഷാ അല്ലാഹ് എനിക്ക് പരിശുദ്ധമായ ഹറമിലേക്ക് ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ടിക്കറ്റൊക്കെ ഏകദേശം ഇങ്ങനെ ഒരായി. കുടുംബം പോയാലേ തൊട്ട് പുറകിൽ എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്ത് സഹായിക്കണം അവിടെ വരെ പോകാൻ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? വെറുതെ വേണ്ട. ഓസിനൊന്നും ആരും ദുആ ചെയ്യണ്ട. ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ് സന്തോഷത്തോടു കൂടി ഞാൻ ആ കഅബയുടെ മുറ്റത്ത് ചെന്നാല് നിങ്ങളെ ഞാനും മറക്കൂല. എനിക്കാരൊക്കെ ദുആ ചെയ്ത് ഞാൻ അവിടെ അല്ലാഹുവോട് ദുആ ചെയ്യും. പടച്ചവനെ എനിക്ക് ആരെല്ലാം ദുആ ചെയ്തിട്ടുണ്ടോ അവർക്കും ഇവിടെ വരാൻ ഭാഗ്യം തരണേ എന്ന് ഞാനും ദുആ ചെയ്യാം. അപ്പൊ ദുആ ചെയ്യുവോ? എന്ന് കൈവയ്ക്കുകയൊക്കെ ചെയ്യാന്നുള്ളത്. അപ്പൊ പിന്നെ എല്ലാവർക്കും പോകാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. സ്വർഗമെന്ന് പറയുന്നത് നമ്മുടെ തറവാടാണ്, നമ്മുടെ വീടാണ് സ്വർഗം, നമ്മുടെ തറവാടാണ് സ്വർഗം. അവിടെയാണ് നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാമും നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹ അവർ രണ്ടുപേരും ജീവിച്ചത് സ്വർഗത്തിലാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചത് ആ സ്വർഗം. ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കാൻ ആരെ കൊണ്ടും കഴിയില്ല. എന്താണ് സ്വർഗമെന്ന് എന്റെ ജീവിതകാലം മുഴുവനും ഞാൻ നിങ്ങൾക്ക് വഴുതു പറഞ്ഞാലും നിങ്ങൾക്ക് സ്വർഗം മനസ്സിലാവൂല. കാരണം മനസ്സിലാവൂല എന്ന് അല്ലാഹു പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ആ സ്വർഗത്തിലേക്കാണ് നമ്മുടെ വാപ്പയായ ആദം നബി അലൈഹിസ്സലാമിനെയും നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവിയെയും അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തിവിട്ടത്. ആ സ്വർഗത്തിലാണ് നമ്മുടെ വാപ്പയും ഉമ്മയും ജീവിച്ചിരുന്നത്. പിന്നെ എങ്ങനെയാ നമ്മൾ ഈ നാട്ടിലേക്ക്, ഈ ഭൂമിയിലേക്ക് കടന്നു വരാനുള്ള കാരണം എന്താണ്? സ്വർഗത്തിൽ കഴിഞ്ഞിരുന്ന് നമ്മളെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു പുറത്താക്കാനുള്ള കാരണം, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചു, ഹവ്വാ ബീവിയെയും അള്ളാഹു സൃഷ്ടിച്ചു. രണ്ടുപേരെയും സൃഷ്ടിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവരെ രണ്ടുപേരെയും സ്വർഗത്തിലേക്ക് കടത്തിവിടുമ്പോ അള്ളാഹു ഒരേ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ. നിസ്കരിക്കണമെന്നല്ല പറഞ്ഞേ, നോമ്പ് പിടിക്കണമെന്നല്ല പറഞ്ഞേ, ദിക്റുകൾ പറയണമെന്നല്ല പറഞ്ഞേ, സദഖകൾ കൊടുക്കണമെന്നല്ല പറഞ്ഞേ. അള്ളാഹു രണ്ടുപേരോടും ഒരേ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബാ ഹാദിഹി الشجرة فتكونا من الظالمين.
ആദം നബിയോടും തന്റെ പ്രിയപ്പെട്ട ഭാര്യയോടും അല്ലാഹു രണ്ടുപേരെയും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലേക്ക് അവിടുന്ന് കടത്തിവിടുമ്പോൾ അല്ലാഹു പറഞ്ഞു, ആദമേ ഈ കാണുന്ന സ്വർഗത്തിൽ കിടന്ന് എന്ത് വേണമെങ്കിലും നീ കഴിച്ചോ, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, നീയും നിന്റെ ഭാര്യയും ഈ സ്വർഗത്തിന്റെ ഈ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ കിടന്ന് ആസ്വദിച്ചോ. പക്ഷേ ആ കാണുന്ന ഒരേ ഒരു മരമുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പറയുകയാ, ഒരു മരം കാണിച്ചിട്ട് അല്ലാഹു പറഞ്ഞു, ലാ തഖറബാ ഹാദിഹി ശജറ, ആ മരത്തിനോട് അടുക്കുക പോലും നിങ്ങൾ ചെയ്യല്ലേ. ആ ഒരേ ഒരു മരത്തിന് മാത്രം നിങ്ങൾ സൂക്ഷിക്കണം, അതിനടുക്കൽ പോകരുത്, അതിന്റെ പഴം കടിക്കരുത്. അല്ലാതെ ഈ കാണുന്ന സ്വർഗത്തിൽ കിടന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തിന്ന് ആസ്വദിച്ചുകൊണ്ട് നടക്കാമെന്ന് ആദം നബിയോടും തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹവ്വാ ബീവിയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാ. നമുക്ക് ചരിത്രമറിയുമല്ലോ, അവസാനം അല്ലാഹുവേ ആദം നബി ഇബ്ലീസ് പിഴപ്പിക്കാൻ നോക്കി. ആദം നബി എങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കാൻ ഇബ്ലീസ് ഒരുപാട് കഷ്ടപ്പെട്ടു, അവസാനം പരിചയപ്പെട്ടു. രണ്ടാമത് ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹാ, പെണ്ണിനെ പിഴപ്പിക്കാൻ എളുപ്പമാണല്ലോ, അവൾ വിചാരിച്ചാൽ ഭർത്താവിനെയും മോശക്കാരനാക്കാൻ കഴിയുമല്ലോ. മനസ്സിലാക്കി ഇബ്ലീസ് ദാ ഹവ്വാ ബീവിയുടെ കൂടെ കൂടുകയാണ്. അവസാനം രണ്ടുപേരും കൂടെ ഹവ്വാ ബീവിയുടെ നിർബന്ധം സഹിക്കാൻ കഴിയാതെ ആദം നബിയും പെട്ടുപോയി. അവസാനം രണ്ടുപേരും കൂടെ മരത്തിന്റെ ചുവട്ടിലേക്ക് കിടന്നു തന്നു. അവിടുന്ന് പഴം വന്ന് കഴിക്കാൻ തുടങ്ങി. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തറവാടെന്ന് പറയുന്ന പടച്ചറബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന സ്വർഗമുണ്ടല്ലോ, അല്ലാഹുവേ കഷ്ടപ്പാടില്ലാത്ത സ്വർഗമുണ്ടല്ലോ. ആ സുഖങ്ങൾക്ക് നടുവിൽ ജീവിച്ചിരുന്ന ആദം നബിയെയും ഹവ്വാ ബീവിയെയും രണ്ടുപേരും അല്ലാഹുവിനോട് ചെയ്ത കരാറ് ലംഘിച്ചപ്പോ ആ സ്വർഗത്തിലെ വസ്ത്രം പോലും അല്ലാഹു കൊടുത്തില്ല. ആ സ്വർഗത്തിലെ വസ്ത്രം പോലും അല്ലാഹു കൊടുത്തില്ല. ഉടുതുണി വരെ ഊരി വാങ്ങിയിട്ട് ആ സ്വർഗത്തിലെ വസ്ത്രം പോലും അല്ലാഹു തിരിച്ചു വാങ്ങിയിട്ട് നമ്മുടെ വാപ്പിയെയും ഉമ്മയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗമെന്ന് പറയുന്ന തറവാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. പടച്ചവനെ രണ്ടുപേരെയും അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അതാ ഒരു പുതിയ ലോകത്തേക്ക് രണ്ടുപേരും ഒരു പുതിയ ലോകത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, അവർക്ക് ദുഃഖം എന്താണെന്നറിയില്ല, പ്രയാസം എന്താണെന്നറിയില്ല, പട്ടിണി എന്താണെന്നറിയില്ല, കഷ്ടപ്പാടെന്താണെന്നറിയില്ല. സുഖങ്ങൾക്ക് നടുവിൽ മാത്രം ജീവിച്ചവരാ ആദം നബിയും ഹവ്വാ ബീവിയും. അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രയാസം അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ സ്വർഗമെന്ന് പറയുന്ന തറവാട്ടിൽ നിന്ന് അവർ രണ്ടുപേരെയും ഭൂമിയിലേക്ക് ഇറക്കി വിടുമ്പോൾ ആദം നബിക്കും ഹവ്വാ ബീവിക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ജീവിതത്തിൽ ദുഃഖം എന്താണെന്ന് ആദം നബി അറിഞ്ഞിട്ടില്ല, ഹവ്വാ ബീവി അറിഞ്ഞിട്ടില്ല, ജോലിക്ക് പോയിട്ടില്ല. അല്ലാഹുവേ, എന്ത് തിന്നണമെന്ന് കരുതിയാൽ കണ്ണിന്റെ മുന്നിൽ വന്നിരിക്കും, എടുത്ത് കഴിച്ചാ മതി. അവിടെ പടച്ചവനെ സുഖത്തിന്റെ നടുവിലാണ് രണ്ടുപേരും കഴിഞ്ഞത്. എങ്കിൽ രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് പുറത്തായി. രണ്ടുപേരും കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ സമയമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്ന് വിറച്ചുകൊണ്ട് രണ്ടുപേരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് നിൽക്കുമ്പോ അല്ലാഹു രണ്ടുപേർക്കും ഒരു വാഗ്ദാനം കൊടുത്തു. എല്ലാവർക്കും അല്ലാഹുവേ, ആദം നബിക്കും തന്റെ പരമ്പരകൾക്കും അല്ലാഹു ഒരു വാഗ്ദാനം കൊടുത്തു. എന്താണ് വാഗ്ദാനം എന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം തരാം. അല്ലാഹുവാണ് വാഗ്ദാനം ചെയ്തത്. രണ്ടുപേരും ഭൂമിയിലേക്ക് കിടന്നു വെക്കൂ, നിനക്കും നിങ്ങളുടെ പരമ്പരകൾക്കും ഞാൻ നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു നമ്മുടെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ ഇന്ന് നമുക്ക് നിർഭയത്വമില്ലല്ലോ. അല്ലാഹു നിർഭയത്വം തരാമെന്ന് പറഞ്ഞിട്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്, ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ ഇന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാ, എല്ലാവരും വല്ലാത്ത പേടിയിലാണ്. എപ്പോഴാണ് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നത്? എപ്പോഴാണ് പടച്ചവന്റെ പരീക്ഷണം വരുന്നത്? അതാ കൊടുങ്കാറ്റുകൾ അടിക്കുന്നു, ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകുന്നു, ഉരുൾപൊട്ടലുണ്ടാകുന്നു,
വെള്ളപ്പൊക്കമുണ്ടാകുന്നു. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും വല്ലാത്ത പ്രയാസത്തിലാണ്, ഇപ്പോൾ വല്ലാത്ത വരൾച്ചയിലാണ്. എല്ലാവരും പ്രതിസന്ധികൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവാണ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് നിർഭയത്വം തരാം. പിന്നെ എന്തിനാണ് അല്ലാഹു ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, പിന്നെ എന്തിനാണ് അല്ലാഹു നമുക്ക് ദുഃഖങ്ങളും പ്രയാസങ്ങളും തരുന്നതെന്നറിയോ? നമ്മുടെ ഈമാൻ ഉറച്ചോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മോനെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹു നിനക്ക് പ്രയാസം തരുന്നത്, നിനക്ക് ദുഃഖം തരുന്നത്, നിനക്ക് രോഗം തരുന്നത്, നിനക്ക് കടം തരുന്നത്, നിനക്ക് മക്കളെ തരാത്തത്, നിനക്ക് പ്രയാസങ്ങൾ തരുന്നത്, സ്വന്തമായിട്ടൊരു വീട് കിട്ടാത്തത്, ഏത് കച്ചവടം ചെയ്താലും തകർന്നു പോകുന്നത്, അല്ലാഹുവേ പടച്ചവനെ ശത്രുക്കൾ മുഴുവനും നിനക്കെതിരായി തിരിയുന്നത്, എവിടെ നോക്കിയാലും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, എല്ലാവരുടെയും മുന്നിൽ തലതാഴ്ത്തി നടക്കേണ്ടി വരുന്നത്, ഇതൊക്കെ എന്തുകൊണ്ടെന്നറിയോ? ഇതൊക്കെ എന്തിനു വേണ്ടിയെന്നറിയോ? നിന്റെ ഈമാൻ ഉറച്ചതാണോ? നിന്റെ വിശ്വാസം ഉറച്ചതാണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, എന്തിനാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ മുഴുവനും തരുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാർമേഘമൊന്ന് മാറിക്കഴിഞ്ഞാൽ, കാലാവസ്ഥയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം കണ്ടോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ട് ഓടുകയാണ്, മുത്തുനബി ഇറങ്ങി ഓടുകയാണ്, ഒതുപെടുത്തിട്ട് ഓടിച്ചെന്ന് റബ്ബിന്റെ മുന്നിൽ കടന്ന് സുജൂദ് ചെയ്യുകയാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. ഒന്ന് കാലാവസ്ഥ മാറിയാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടിച്ചെന്ന് കരഞ്ഞു വിളിച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. അദാബ് ഇറങ്ങുകയാണോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫഅമിനൂ മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. എന്തിനാണ് അല്ലാഹു നമുക്ക് പ്രയാസങ്ങൾ തരുന്നത്? ഈ ഭയപ്പെടുത്തുന്നത് എന്തിനെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, മനുഷ്യനെന്ന് വല്ലാത്ത ഉയരങ്ങളിലാ. അതാ മനുഷ്യനുണ്ടല്ലോ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും തന്റെ കൈപിടിയിലൊടുക്കാൻ, കഥാ കൊടുങ്കാറ്റ് വരുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നു, മഴ പെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, ഉരുൾപൊട്ടലുണ്ടാകുമോ മനസ്സിലാക്കാൻ കഴിയുന്നു, സുനാമി ഉണ്ടാകുമോ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത്രയും ശാസ്ത്രത്തിൽ മനുഷ്യൻ വല്ലാതെ വളർന്നു പോയപ്പോ ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നുന്നു നമ്മൾ ആരോ ആയെന്ന്. നമ്മളൊക്കെ ആരോ ആയെന്നുള്ള തോന്നല് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊക്കെ തോന്നാറുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, എടാ മനുഷ്യ, നീ എത്ര വളർന്നാലും നീ എന്റെ മുന്നിൽ ആരുമല്ലടാ. അല്ലാഹു എന്തിനാണ് പടച്ചവനെ ഈ സുനാമി തരുന്നത്, കൊടുങ്കാറ്റടിക്കുന്നത്, ഉരുൾപൊട്ടലുണ്ടാകുന്നത്, ഭൂമി കുലുക്കമുണ്ടാകുന്നത്, വെള്ളപ്പൊക്കമുണ്ടാകുന്നത്? ഇതൊക്കെ എന്തിനാണ് അല്ലാഹു കാണിച്ചു തരുന്നതെന്നറിയോ? നീ എത്ര വളർന്നാലും എന്നെ പോലെയാകൂല. കൊടുങ്കാറ്റടിക്കോ? കൊടുങ്കാറ്റ് വരാനുണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിക്കും. ഇപ്പൊ തന്നെ നേരത്തെ അറിയാം. ഉരുൾപൊട്ടലുണ്ടാകുമോ? അവർക്കറിയാം. സുനാമി ഉണ്ടാകുമോ? സാധ്യതയുണ്ടറിയാം. ഇത്രയൊക്കെ മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായിട്ട് എത്തിയപ്പോ എല്ലാവർക്കും ഒരു തോന്നല്, എല്ലാം അങ്ങ് കൈപ്പിടിയിലായിരുന്നു. അല്ലാഹു പറയാ, എടാ നീ എന്റെ മുന്നിൽ ആരുമല്ല. നീ എത്രയൊക്കെ വളർന്നാലും ഈ എന്റെ അടിമ, ഞാൻ നിന്റെ യജമാൻ. ഞാൻ ആരെന്നറിയോ? നിന്റെ റബ്ബടാ. നീ എത്ര വളർന്നാലും എന്നെ പോലെ ആകാൻ പറ്റൂല. നീ എന്റെ മുന്നിൽ ആരുമല്ല എന്ന് മനസ്സിലാക്കാനാ അള്ളാഹു ഈ പരീക്ഷണങ്ങളൊക്കെ തരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദ് ജീവിതത്തിൽ ഇത്രയും പ്രയാസം, ഏത് കച്ചവടം തുടങ്ങിയാലും നഷ്ടമാണ്. എത്ര കൊല്ലമായി ഉസ്താദെ കഷ്ടപ്പെടുന്നു, സ്വന്തമായിട്ടൊരു വീടില്ല, ഒരു സെന്റ് ജാഗ പോലും ഇല്ല ഉസ്താദെ, വല്ലാത്ത കടം മാറിയില്ല, സമാധാനമില്ല ഉസ്താദെ. മക്കൾ എത്ര കൊല്ലമായി ഉസ്താദെ ഞാൻ കടന്ന് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ട് ദുആ ചെയ്യുന്നു, മക്കളെ കിട്ടുന്നില്ല. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പരാതികൾ നമ്മൾ പറയുന്നുണ്ട്. എന്തിനാ അല്ലാഹു ഇതൊക്കെ തന്നേന്നറിയാം?
എന്തിനാ ഇതൊക്കെ അള്ളാഹു തരുന്നതെന്നറിയോ? എടാ, നീ പറഞ്ഞതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായവനാ. അള്ളാഹുവേ, ആരാധനക്കറകം നീ അല്ലാതെ ആരുമില്ല. അല്ലാഹ്, ഈ ലോകത്ത് നീ അല്ലാതെ ആരുമില്ല. പടച്ചവനെ, നീയാണ് വലിയവൻ, നീ എന്റെ യജമാനൻ, ഞാൻ നിന്റെ അടിമയാണെന്ന് നാവ് കൊണ്ട് പറഞ്ഞതല്ലേ, അത് ഹൃദയം കൊണ്ട് പറഞ്ഞതാണോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അവിടെ അള്ളാഹു പറയുകയാണ്, എന്തിനാണ് അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും തരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഈമാൻ ഉറച്ചോ, എന്റെ വിശ്വാസം ഉറച്ചോ, എന്തിനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്. മുത്തുനബി പ്രവാചകന്മാരുടെ ചരിത്രമുണ്ടല്ലോ, പ്രവാചകന്മാരുടെ ഉമ്മത്തിന്റെ ചരിത്രമുണ്ടല്ലോ, സ്വഹാബികളുടെ ചരിത്രമുണ്ടല്ലോ. ഈ ചരിത്രങ്ങളൊക്കെ എന്തിനാ അള്ളാഹുവേ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, വെറുതെയല്ല, നിനക്ക് കണ്ടു പഠിക്കുന്നതിന് വേണ്ടിയാ. അള്ളാഹു തന്നെ ചോദിക്കുകയാ, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, മോനെ, സ്വർഗമങ്ങ് വെറുതെ കിട്ടുമെന്ന് നീ കരുതിയോ? എന്റെ സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗം നിനക്ക് ഓസിനങ്ങ് കടന്നു പോകാമെന്ന് നീ കരുതിയോ? ഒരിക്കലും നിനക്ക് പറ്റൂല. ഒരിക്കലും ഓസിന് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും എല്ലാം നീയും അനുഭവിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികളുടെ ചരിത്രം കേൾക്കുന്നവരാ. മഹാനായ സയ്യിദുനാ ബിലാൽ, ബിലാൽ തങ്ങളുടെ പേര് കേട്ടാൽ പടച്ചവനെ, ബിലാലിനെ മറക്കാൻ കഴിയുമോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസം 5 നേരം യാ സ്വലാ യാ ഫലാ, അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ ബിലാലിന് നമുക്ക് ഓർമ്മ വരുമല്ലോ, ബിലാലിന് നമുക്ക് ഓർമ്മ വരുമല്ലോ. ആ ബിലാലിന്റെ ചരിത്രം നമ്മൾ കണ്ണ് നിറഞ്ഞുകൊണ്ട് വായിക്കുന്നവരാ. വല്ലാത്ത പീഡനങ്ങളോ ഉസ്താദന്മാരെ പ്രഭാഷണത്തിൽ പറയുമല്ലോ. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ, അതാ തന്റെ യജമാനന്മാര് മുസ്ലിമായതിന്റെ പേരില് ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് അടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിന് മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാണ്ടപാറ കൊണ്ട് തല്ലിയത് നിസ്കരിക്കാത്തതിനല്ല, മോഷണം നടത്തിയതിനല്ല, പിന്നെ എന്തിനെന്നറിയുമോ? ഈ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ, മുസ്ലിമായതിന്റെ പേരിലാ. അല്ലാഹുവിന്റെ പ്രവാചകനും ഉസ്മാന് തങ്ങളും ഇങ്ങനെ നടന്നു പോകുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ യജമാനന്മാരിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ഭക്ഷണം കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കുന്നില്ല. അവസാനം വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നോക്കുമ്പോ ബിലാൽ തങ്ങൾ വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുകയാ. എന്തേ ചെയ്തതെന്നറിയോ? അതാ ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുകൊണ്ട് വരികയാണ്. ഒട്ടകത്തിന്റെ മൂത്രം എടുത്തുകൊണ്ട് വന്ന് വെള്ളത്തിന് വേണ്ടി കിടന്ന് യാചിക്കുന്ന മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിലേക്ക് ഒട്ടകത്തിന്റെ മൂത്രമൊഴിക്കുമ്പോൾ, ഒട്ടകത്തിന്റെ മൂത്രമൊഴിച്ചു കൊടുക്കുമ്പോ ബിലാൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുമ്പോ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ബിലാലേ, ക്ഷമിക്കൂ ബിലാലേ, നിനക്ക് നാളെ സ്വർഗത്തിലെ ഹൗദുൽ കൗസറിലെ വെള്ളം ഞാൻ നിനക്ക് തരാം ബിലാലേ, ഹൗദുൽ കൗസറിലെ വെള്ളം നിനക്ക് തരാമെന്ന് പറയുമ്പോ ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കാൻ ഒരു മടിയുമില്ലായിരുന്നു ചെറുപ്പക്കാരാ. എത്ര തല്ലുകൊണ്ടാലും എത്ര തല്ലിച്ചതച്ചാലും അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്, ഇതല്ലാതെ ബിലാൽ തങ്ങളുടെ നാവിൽ നിന്ന് മറ്റൊരു വാക്ക് വന്നില്ല. അതാ തന്റെ ശരീരം മുത്തുനബിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. യാ റസൂലല്ലാഹ്,
എന്റെ ശരീരത്തിലൂടെ രക്തമൊഴുകുന്നു നബിയേ. പ്രവാചകൻ ചോദിച്ചു, ബിലാലേ സ്വർഗം വേണോ ബിലാലേ, ബിലാലേ സ്വർഗം വേണോ ബിലാലേ, ക്ഷമിക്കു ബിലാലേ എന്ന് പ്രവാചകൻ പറയുമ്പോ ഒരുപോലെ ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാ. എന്തിനാ മോനെ അള്ളാഹു ഈ ചരിത്രം പറഞ്ഞു തന്നെന്നറിയോ? ഇതിന്റെ ഇതുപോലെ നീയും അനുഭവിക്കേണ്ടതാണ്. ഇതുപോലെ പീഡനങ്ങൾ നിനക്കും ഉണ്ടാകുമ്പോ നീ നിന്റെ ഈമാനിനെ വലിച്ചെറിയരുത്, നിന്റെ വിശ്വാസത്തിന് വലിച്ചെറിയരുത്, അല്ലാഹുവിനെ നീ വലിച്ചെറിയരുത്, അല്ലാഹുവിന്റെ ദീനിനെ നീ വലിച്ചെറിയരുത്, ഈ സമുദായത്തിന് നാണക്കേടുണ്ടാകരുത് എന്ന് പഠിക്കുന്നതിന് വേണ്ടിയാണ് പടച്ചവനെ ഈ ചരിത്രങ്ങൾ മുഴുവനും പറഞ്ഞു തരുന്നത്. അധികാരം കിട്ടുമ്പോ അള്ളാന്റെ ദീനിനെ വലിച്ചെറിയുന്നവരുണ്ട്, പണം കിട്ടുമ്പോൾ അള്ളാന്റെ ദീനിനെ നാണം കെടുത്തുന്നവരുണ്ട്. മനുഷ്യ, എന്തിനാ പണം കിട്ടുമ്പോ നീ അള്ളാന്റെ ദീനിനെ വലിച്ചെറിയുന്നത്? അല്ലാഹുവേ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു, മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ മക്കയിലെ ഏറ്റവും വലിയ കോടീശ്വരന്റെ മകനായിരുന്നല്ലോ. അതാ മക്കയിലെ ഈന്തപ്പന മരങ്ങള്, മക്കയിലെ ഈന്തപ്പന തോട്ടങ്ങളുടെ പകുതി ആരുടേതായിരുന്നറിയോ? മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഉമ്മയുടേതായിരുന്നു. അത്രയും വലിയ കോടീശ്വരനാണ്. പക്ഷേ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞു കഴിഞ്ഞപ്പോ അള്ളാന്റെ ദീനിന് വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞില്ലേ? അള്ളാന്റെ ദീനിന് വേണ്ടി സമ്പത്ത് കിട്ടുമ്പോ അള്ളാനെ മറന്നു പോകുന്ന സഹോദര, ദീനിനെ വിറ്റ് കാശാക്കുന്ന മുസ്ലിമേ, സമ്പാദ്യം മുഴുവനും വലിച്ചെറിഞ്ഞിട്ടു അവസാനം മയ്യത്ത് പൊതിയാൻ പോലും തുണിയില്ലാതെ തുണി തികയാത്ത രീതിയിൽ പച്ചില പറിച്ച് കാലിൽ വെച്ച് കെട്ടിക്കെട്ടാ അവിടത്തെ ജനാസ ഖബറടക്കിയത്. മോനെ, അധികാരം കിട്ടുമ്പോ പണം കിട്ടുമ്പോ വലിച്ചെറിയല്ലേടാ. ഏതെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണ് വിളിക്കുമ്പോ, ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ വിളിക്കുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ കളഞ്ഞിട്ട് പോകുന്ന യുവത്തത് മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു. ഹുബൈബ് ചെറുപ്പക്കാരനായിരുന്നടാ. തൂക്കുകയറിന്റെ മുന്നിൽ ഇങ്ങനെ കയറ്റി നിർത്തി കിടക്കുകയാണ്, തന്റെ കഴുത്തിലേക്ക് തൂക്കുകയറിടുകയാണ്. ആ സമയത്ത് താഴെ നിൽക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്നവർ ഹുബൈബിന്റെ കൂടെ പഠിച്ചവരാണ്, കൂട്ടുകാരാണ്. അവര് ചോദിക്കുന്നു, ഹുബൈബേ, ഈ ചെറുപ്രായത്തിൽ എന്തിനാടാ ചാകുന്നത്? നിനക്ക് അധികാരം വേണമെങ്കിൽ ഞങ്ങൾ തരാ, നിനക്ക് പണം വേണമെങ്കിൽ ഞങ്ങൾ തരാ. ഈ കാണുന്ന പെണ്ണിലെ ഈ പെണ്ണുങ്ങളിൽ ആരെ കാണിച്ചു തന്നാലും നിനക്ക് ഞങ്ങൾ കാഴ്ചവെക്കാ ഹുബൈബേ. ഈ പുതിയ മതമൊന്ന് കളഞ്ഞിട്ട് വരുമോ ഹുബൈബേ? തോറ്റുകൊടുത്തില്ലടാ ചെറുപ്പക്കാരാ, തോറ്റുകൊടുക്കാതെ പടച്ചവനെ അവരുടെ മുന്നിൽ അവസാനം അവര് പറഞ്ഞു, നീ പ്രവാചകനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് മോശമായിട്ട് പറഞ്ഞാ നിന്നെ വെറുതെ വിടാ. ഹുബൈബിന് തയ്യാറായില്ല. ആ ഹുബൈബ് എന്ന ചെറുപ്പക്കാരന്റെ ജനാസ കബറടക്കിയതാരെന്നറിയോ? അല്ലാഹുവിന്റെ മലക്കുകളാടാ കബറടക്കിയത്. അതുകൊണ്ട് സഹോദരാ, ഈ ചരിത്രം അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തരുന്നത് വെറുതെയല്ല, ഈമാൻ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ, വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാ. അതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഈമാനിനെ സംരക്ഷിക്കുക ചെറുപ്പക്കാരാ, ഈമാനിനെ മുറുകെ പിടിക്കടാ. ഇന്ന് നിന്റെ കോലവും നിന്റെ വസ്ത്രധാരണയൊക്കെ കണ്ടാൽ പടച്ചവനെ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്. ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ചുകൊണ്ട് ഏത് വൃത്തികേടിനും മുൻപന്തിയിൽ നിൽക്കുന്നതെന്റെ ഉമ്മ പെങ്ങന്മാരാണ്. പെങ്ങളെ, നിനക്ക് നമ്മുടെ രാജ്യത്തിൽ എന്ത് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നീ ചെയ്തോ പൊന്നുമോള്, പക്ഷേ ആയിട്ടിരിക്കുന്ന ഫർദയെന്ന് ഊരി മാറ്റിയിട്ട് നീ ചെയ്യണേ. അത്രയോ പറയാനുള്ളൂ. ധരിച്ചിരിക്കുന്ന ഫർദ ഊരിയിട്ടിട്ട് വേണം ഏത് വൃത്തികേടും നീ ചെയ്യാൻ. കാരണം ആ ഫർദ ഇസ്ലാമിന്റെ ശിആറാ. ആയിഷ ബീവി ഇട്ടതാണ്, ഖദീജ ബീവി ധരിച്ചതാണ്, ഫാത്തിമ ബീവി ധരിച്ചതാണ്. ഒരുപാട് ഒരുപാട് മഹദികൾ ധരിച്ച ഒരു വസ്ത്രമാണ് ഫർദ. ആ പുണ്യമായ വസ്ത്രത്തിന് പേരുദോഷം കേൾപ്പിക്കരുത് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, മക്കൾ എത്ര വലിയ വൃത്തികേടുകൾ കാണിച്ചാൽ ഇസ്ലാമിന്
അതിനെതിരെ പ്രവർത്തിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ മനസ്സില്ലാത്ത മാതാപിതാക്കളുണ്ട്. ഏത് വൃത്തികേടിനും കൂട്ടുനിൽക്കുന്നവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. അല്ലാഹുവിന്റെ കോടതി ഒരിക്കലും രക്ഷപ്പെടൂല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പഠിച്ചവനെ പണ്ടൊക്കെ മക്കളും മാതാപിതാക്കളും ഉപദേശിക്കുമായിരുന്നു. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചാൽ, ഈമാൻ എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണമെന്നറിയുമോ? എന്തെങ്കിലും ലഭിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല വിശ്വാസം. അത് മരിക്കുന്ന കാലത്തോളം ഉറപ്പിച്ചു നിർത്തണം. അതാ കരിമ്പാറയിൽ കുത്തിവെച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഞാനൊരു മുസ്ലിമാണ്, എന്റെ ശരീരത്തിൽ ഒഴുകുന്നത് മുസ്ലിമിന്റെ രക്തമാണ്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാണ്, ഞാൻ നായകനായ അല്ലാഹുവിനെ ആരാധിക്കുന്നവനാണ്, ഞാൻ മുത്തുനബിയുടെ ഉമ്മത്താണ്. അല്ലാഹുവേ, ഈ ബോധം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഉറപ്പിച്ചാലോ നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കാൻ കഴിയോ, നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ കഴിയോ? അങ്ങനെ നമ്മൾ ആരെങ്കിലും നമ്മുടെ ഈമാൻ ഉറപ്പിച്ചാൽ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ, ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന്റെ കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് അതാ മസ്ജിദുൽ അഖ്സയിലേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവേ, 3 പള്ളികൾ സന്ദർശിക്കണമെന്നാണല്ലോ, 3 പള്ളികൾ പോയി കാണണമെന്നാണ്. അല്ലാഹുവേ, പോയി കാണാൻ പടച്ചവരെ ഫലസ്തീനിൽ ചെന്നിട്ട് ബൈത്തുൽ മുഖദ്ദസ് സിയാറത്ത് ചെയ്യാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറഞ്ഞില്ലോ, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആ മസ്ജിദുൽ അഖ്സയെ കുറിച്ച് പറഞ്ഞത് ഒരുപാട് പ്രവാചകന്മാരുടെ ഖബറുള്ള നാടാണല്ലോ. അതിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹു ബർക്കത്ത് ചെയ്ത സ്ഥലമാ, അല്ലാഹു അനുഗ്രഹിച്ച സ്ഥലമാ. പോയി കാണണം ചെറുപ്പക്കാരാ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ അകത്തേക്ക് കിടക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ബുറാഖ് കെട്ടിയ സ്ഥലം കാണാ, റസൂലുള്ളാഹി നിന്ന് നിസ്കരിച്ച സ്ഥലം കാണാ, പ്രവാചകൻ ആകാശത്തേക്ക് കടന്നു പോയ സ്ഥലം കാണാ, മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹാ സക്കരിയ നബിയും കൂടെ മിഹ്റാബിൽ മറിയം ബീവി കടന്നിരുന്ന സ്ഥലം കാണാ. പടച്ചവനെ, ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ലോകത്തിന്റെ നേതാവ് മിഅ്റാജിന്റെ രാത്രിയിൽ ഇങ്ങനെ കടന്നു ചെല്ലുമ്പോ ഒരു ഖബറിങ്ങനെ പ്രകാശിക്കുകയാ. അല്ലാഹുവേ, എല്ലാ യുവത്വവും ടിക്ടോക്കിന്റെ പുറകിലാണ്, എല്ലാവരും അതിന്റെ പുറകിലാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വളർന്നു വരുന്ന പെൺമക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ചരിത്രമാണ് നീ പഠിക്കേണ്ടത്. ഈ പെണ്ണിനെയാണ് നീ റോൾ മോഡലാക്കേണ്ടത്. ഈ പെണ്ണിന്റെ ജീവിതമാണ് നീ പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ആകാശത്തുകൂടെ പോകുമ്പോ ഒരു ഖബർ പ്രകാശിക്കുകയാ. മുത്തുനബി ചോദിക്കുന്ന ജിബ്രീലേ, ആ പ്രകാശിക്കുന്ന ഖബർ ഏത് പ്രവാചകന്റെ ഖബറാണ് ജിബ്രീൽ? ഏത് പ്രവാചകന്റെ ഖബറാ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അത് പ്രവാചകന്മാരുടെ ഖബറല്ല. പിന്നെ ആരുടെ ഖബറാ ജിബ്രീല്? അത് പ്രകാശിക്കുന്നല്ലോ ജിബ്രീല്. അല്ലാഹു ഇഷ്ടപ്പെട്ട ഏതോ ഒരു മഹാന്റെ ഖബറാണല്ലോ. ആരുടെ ഖബറാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒരു വേലക്കാരിയായ പെണ്ണിന്റെ ഖബറാണ് നബിയേ. ഒരു സാധാരണ ഒരു അടിമയായ ഒരു വേലക്കാരിയായ ഒരു പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ് യാ റസൂലല്ലാഹ്. മുത്തുനബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാ, ഖിയാമത്ത് നാൾ വരെ ആ ഖബർ പ്രകാശിക്കും നബിയേ. സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാണ് നബിയേ. റസൂലുള്ളാഹിന് വല്ലാത്ത അത്ഭുതമായി. ആരാണ് ജിബ്രീൽ? ആ അടിമപ്പെണ്ണ് ആരാണ് ജിബ്രീൽ? ഈ
വേലക്കാരി ആരാണ്? ജിബ്രീല്. അല്ലാഹു ഈ പെണ്ണിന് ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം എന്താ? യാ റസൂലല്ലാഹ്, ആ പെണ്ണാരെന്നറിയോ? മഹദി മാസിത ജോക്കട്ടയുടെ പരിസരത്തുള്ള പെണ്ണുങ്ങൾക്ക് ഈ പേരറിയണമെന്നില്ല. എങ്ങനെ പെണ്ണു? നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാണാനടവുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു പെണ്ണാണ്. എന്റെ പ്രിയമുള്ളവര്, ആരാ മാസിതയാരാ? ജിബ്രീൽ എന്ന മലക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പെണ്ണാ. എവിടത്തെ വേലക്കാരി എന്നറിയോ? ആരുടെ വീട്ടിലെ വേലക്കാരി എന്നറിയുമോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. പടച്ചവരെ, മൂസാ നബി പ്രബോധനവുമായി കടന്നു വന്നപ്പോ മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് മുസ്ലിമാവുകയാണ്. ആരും അറിയാതെ മുസ്ലിമായി കഴിയുകയാണ്. മൂസാ നബി ഒരിക്കൽ പറഞ്ഞു, മാഷിത്താ, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നീ അല്ലാഹനെ ഓർക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് പറഞ്ഞിട്ടേ നീ തുടങ്ങാവോ? ഇത് പറഞ്ഞിട്ടേ നീ എന്തും ചെയ്യാവോ? നബി പറഞ്ഞു കൊടുത്ത ഒരമലാണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ മണിയറക്കകത്ത് ഫിർഔനിന്റെ മകളുടെ മുടി ചീക ഒരു പുതിയ ചീപ്പ് ഇങ്ങനെ എടുക്കുകയാ. ഫർദയും ധരിച്ച് നിസ്കരിച്ച് നടക്കുന്ന പെണ്ണ്, നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ ചെയ്തിട്ടുണ്ടോ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടോടാ? എടാ, ശത്രുവിന്റെ കൊട്ടാരത്തിന്റെ അകത്തിരിക്കുന്ന മാഷിത്ത എന്ന് പറയുന്ന വേലക്കാരിയായ പെണ്ണുണ്ടല്ലോ, അല്ലാഹുവേ, മുടി ചീകുന്നതിന് വേണ്ടി, അതാ തലമുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുത്തപ്പെടാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ നിന്ന് പറഞ്ഞുപോയി. ഫിർഔനിന്റെ പൊന്നാര മകള് കേൾക്കുകയാ. പടച്ചവനെ, അവസാനം വാപ്പയുടെ ചെവിയിലെത്തി, ഫിർഔനിന്റെ ചെവിയിലെത്തി. അല്ലാഹുവേ, കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായെന്നറിഞ്ഞ വലിയ നാണക്കേടാണല്ലോ. അതുകൊണ്ട് ആരും അറിയാതെ മാസിത്താ ബീവിയെ ഫിർഔൻ ഉപദേശിക്കുകയാ, മര്യാദയ്ക്ക് നീ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു വരണം. എത്ര ഉപദേശിച്ചിട്ടും മാസിത്ത ബീവി ദീൻ വലിച്ചെറിയുന്നില്ല, അല്ലാഹുവിനെ വലിച്ചെറിഞ്ഞില്ല. അവസാനം എല്ലാവരും അറിഞ്ഞു തുടങ്ങി. വലിയ വിഷയമായി. ഫിർഔൻ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചു കൂട്ടി. കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. എന്തേ ചെയ്തതെന്നറിയോ? എവനെയെങ്കിലും കിട്ടുമ്പോ സുഖത്തിന് വേണ്ടി, ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി, ചില മോഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി അല്ലാഹുവേ 18 കൊല്ലം സുജൂദ് ചെയ്ത പടച്ച റബ്ബിനെ മറക്കുന്ന പെങ്ങള്, അല്ലാഹുവിന്റെ ദീനിനെ നാണം കെടുത്തുന്ന ചെറുപ്പക്കാരാ, ഈ മാഷിത്ത എന്ന് പറയുന്ന പെണ്ണിന് കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. എണ്ണ ഇങ്ങനെ കിടന്ന് തിളച്ചു മറിയുകയാ. ആ സമയത്ത് മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചു മറിയുന്ന എണ്ണയുടെ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ചോദിച്ചു, പെണ്ണേ മാഷിത്ത, വല്ല മാറ്റവും ഉണ്ടെങ്കിൽ പറമാഷിത്ത, പഴയ മതത്തിലേക്ക് നീ തിരിച്ചു വരുമോ? ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞ്, എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരില്ലടാ. എന്നെ നിങ്ങൾ വേണമെങ്കിൽ കൊന്നോ, എനിക്ക് അല്ലാഹുവാണ് വലുത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്. എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരൂല. പടച്ചവനെ, ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്തേ ചെയ്തതെന്നറിയോ? സുബ്ഹാനല്ലാഹ്,
മകളെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. മാസിത ബീവിയുടെ 7 വയസ്സിന്റെ താഴെ പ്രായമുള്ള തന്റെ പൊന്നാര മകളെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. തിളച്ച എണ്ണയുടെ മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടി നിർത്തുകയാ. ചോദിച്ചു, മാസിത, തീരുമാനത്തില് മാറ്റമുണ്ടോ മാസിത? ഇല്ലെങ്കിൽ നിന്റെ പൊന്നാര മകള് ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് കരിയും മാസിത. എന്തേ മാസിത ചെയ്തതെന്നറിയോ? 9 മാസ ഗർഭമാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ചതെന്റെ പൊന്നാര മകള് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശത്രുക്കള് ചോദിക്കുന്നു, നിനക്ക് ദീൻ വേണോ, അല്ല വേണോ? ആ സമയത്ത് മാസിത പറഞ്ഞത്, എനിക്ക് അല്ലാഹുവിനെ വേണം, അല്ലാഹുവിന്റെ ദീൻ എനിക്ക് വേണം. പടച്ചവനെ, തന്റെ പൊന്നാര മകളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് ചുംബനം കൊടുക്കുകയാ. എന്നിട്ടും തന്റെ പൊന്നാര മകളോട് പറയുന്നു, മോളെ കരയരുത്, എന്റെ പൊന്നുമോട് പേടിക്കരുത്, നമ്മൾ മുസ്ലിമീങ്ങളാ മോള്, നമുക്ക് അല്ലാഹു സ്വർഗം തരും മോള്, നമുക്ക് അല്ലാഹു സ്വർഗം തരും മോള്, എന്റെ പൊന്നുമോള് കരയരുതെന്ന് പറഞ്ഞ് പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാ. അതാണ് ഒരു യഥാർത്ഥ ഉമ്മ. അല്ലാതെ കണ്ടവനെ പ്രേമമാണ്, എനിക്ക് അവന് മതിയെന്ന് പറയുമ്പോ ജാതിയും മതവും നോക്കാതെ പറഞ്ഞു വിടുന്ന നട്ടല്ലില്ലാത്ത ഉപ്പമാര്, 7 വൃത്തികേടിനും കൂട്ടു നിൽക്കുന്ന വാപ്പ, 7 വയസ്സിന്റെ താഴെ പ്രായമുള്ള പൊന്നുമകളെ കെട്ടിപ്പിടിച്ച ഈമാനുള്ള ഒരു ഉമ്മ തന്റെ പൊന്നാര മകൾക്ക് തുറന്നു കൊടുക്കുകയാ. മോളെ, അല്ലാഹുവിന്റെ മോള്, നിനക്ക് അല്ലാഹു സ്വർഗം തരും മോള്, എന്റെ പൊന്നുമോള് പേടിക്കരുത്, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകോ. ഉമ്മയും പുറകെയുണ്ട് മോള്. അല്ലാഹുവേ, തന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് മാസിത എന്ന് പറയുന്ന പെണ്ണിന്റെ പൊന്നാര മകളെ തിളച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് പൊരിയുകയാ. സുബ്ഹാനല്ലാഹ്, കരഞ്ഞില്ലടാ ചെറുപ്പക്കാരാ. തന്റെ പൊന്നാര മകള് കണ്ണിന്റെ മുന്നിൽ കിടന്ന് തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് കിടന്ന് അതാ മരണപ്പെടുമ്പോ മാസിത ബീവി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾക്ക് ദേഷ്യം കൂടി. 2ാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, വല്ല മാറ്റമുണ്ടോ? ഇല്ലടാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ ആരുമില്ല, ഏകനായ റബ്ബാണോ, എനിക്ക് എന്റെ പടച്ചറപ്പാണ് വേണ്ടത്, എനിക്ക് എന്റെ ദീനാണ് വേണ്ടത്. 2ാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. പടച്ചവനെ, അപ്പോഴും മാസിത ബീവി കരഞ്ഞില്ല. 3ാമത് കൊണ്ടുവന്നത് ആരെയെന്നറിയോ? അല്ലാഹുവേ, 7 മാസം പ്രായമുള്ള പൊന്നുമോ, പാല് കുടിക്കുന്ന പൊന്നുമോ, മാസിത ബീവിയുടെ പൊന്നുമോനുണ്ടല്ലോ, ആ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. എണ്ണയുടെ മുമ്പിലേക്ക് കൊണ്ടു നിർത്തിയിട്ട് ശത്രുക്കളെ വിളിക്കുന്നു, മാസിത, നോക്കു മാസിത, നിന്റെ പൊന്നാര മകനെയൊന്ന് നോക്കു മാസിത, ഇവനെയും നിനക്ക് കൊന്നു കളയണോ മാസിത? 2 മക്കളുടെ ജീവിതം വെറുതെ കളഞ്ഞില്ലേ? ഈ ചോരക്കൂനിനെ കൊല്ലണോ മാസിത? മാസിത ബീവിയുടെ കണ്ണങ്ങ് നിറയുകയാ. കാരണം ഒരു ഉമ്മയല്ലേ, പാല് കൊടുത്ത് കൊതി തീർന്നില്ലല്ലോ, കണ്ണ് കൊതി തീർന്നില്ലല്ലോ, സ്നേഹിച്ച് കൊതി തീർന്നില്ലല്ലോ. പാല് കുടിക്കുന്ന പൊന്നാര മകന് അതാ തീയുടെ മുകളിൽ, എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ചോദിക്കുകയാ, ഒന്ന് നോക്കു മാസിത, ഈ പൊന്നുമോനെയും നിനക്കൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കാൻ. ഈ കുഞ്ഞിനെയും 2 മക്കളെ യാത്രയാക്കിയതുപോലെ നിനക്ക് കഴിയുമോ മാസിത? മാസിത ബീവി റളിയല്ലാഹു തആല അവിടെ നിന്ന് കരയുകയാണ്. പടച്ചവരേ, ശത്രുക്കള് വിചാരിച്ചു മാസിത തോറ്റുപോയെന്ന്. എല്ലാവരും ചിരിക്കുകയാണ്, എല്ലാവരും കളിയാക്കുകയാണ്. മാസിത ബീവി തല താഴ്ത്തി പിടിച്ചു നിന്ന് കരയുകയാ. എല്ലാവരെയും തന്റെ ഉമ്മാനെ കളിയാക്കുകയാണ്. പാല് കുടിക്കുന്ന കുഞ്ഞു നോക്കുമ്പോ ഉമ്മ നിന്ന് കരയുകയാണ്. എല്ലാവരും തന്റെ ഉമ്മാനെ
ഉമ്മാനെ കളിയാക്കുകയാ. ആ സമയമുണ്ടല്ലോ എല്ലാവരുടെയും ചിരിക്കുന്ന മുഖമങ്ങ് വല്ലാതെ പാടുകയാ. എല്ലാവരും തന്റെ ഉമ്മയെ കളിയാക്കിയപ്പോ അല്ലാഹു ആ ചോര കുഞ്ഞിനൊരു കഴിവ് കൊടുത്തു. 7 മാസം പ്രായമുള്ള കുഞ്ഞ് നല്ലതുപോലെ സംസാരിക്കാറില്ല. പക്ഷേ മാഷിത്താ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പാല് കുടിക്കുന്ന പൊന്നുമോ അവളെന്ന് കഥാ ശത്രുക്കളുടെ നടുവിൽ നിന്നിട്ട് ആ മകൻ വിളിച്ചു, യാ ഉമ്മ, എന്റെ ഉമ്മ, എന്തിനാ ഉമ്മ കരയുന്നത്? എന്തിനാ ഉമ്മ കരയുന്നത്? എന്നെ ഓർത്തിട്ടാണോ ഉമ്മ? ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ ഉമ്മ? അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിയല്ലേ ഉമ്മ? ഇവന്മാര് നമ്മളെ കൊന്നാൽ എന്റെ ഉമ്മ കരയരുത്, എന്റെ ഉമ്മ തോറ്റുകൊടുക്കരുത്. എനിക്കൊന്ന് ചുംബനം തന്നിട്ട് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കൊന്ന് യാത്രയാക്കും. പാല് കുടിക്കുന്ന പൊന്നുമോന് വിളിച്ചു പറയുകയാ, മാഷിത്ത കരയുകയാ, മാഷിത്ത കരയുകയാ. ഉമ്മയുടെ കരച്ചില് മാറ്റിയത് എങ്ങനെയെന്നറിയോ? അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മ, ദുനിയാവിന്റെ തീയുണ്ടല്ലോ, ദുനിയാവിന്റെ തീയുണ്ടല്ലോ, അത് നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുമ്മ. ആ പൊന്നുമകൻ തന്റെ ഉമ്മയോട് ചോദിക്കുകയാ, ഉമ്മ, നരകത്തിന്റെ തീ താങ്ങാൻ എന്റെ ഉമ്മയെ കൊണ്ട് കഴിയോ? ബീവി തല ഉയർത്തുകയാണ്. നരകമെന്ന് കേൾക്കുമ്പോ തന്റെ കണ്ണുനീര് തുടയ്ക്കുകയാണ്. ഓടി വന്ന് തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ആ പൊന്നാര മകനെയും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയാ. പടച്ചവനെ, 3 മക്കളും മരിച്ചു. എന്നിട്ടും ആ പെണ്ണ് ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫിറഔന് ചോദിച്ചത് എന്തെന്നറിയോ? എടാ ചെറുപ്പക്കാരാ, എടാ ഫിറഔൻ പറഞ്ഞതെന്തെന്നറിയോ? ജോക്കട്ടയുടെ പരിസരത്തുള്ള മുസ്ലിം പെണ്ണ്, പാരമ്പര്യ മുസ്ലിമായ പെണ്ണ്, നിന്റെ വാപ്പ, നിന്റെ വാപ്പയുടെ വാപ്പ, നിന്റെ വാപ്പയുടെ വാപ്പ പാരമ്പര്യമായിട്ട് മുസ്ലിമായ പെണ്ണ് അസിത എന്ന് പറയുന്ന തന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയായ ഒരു പെണ്ണിന്റെ മുന്നിൽ ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ, ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞ ഫിറഔന് പറഞ്ഞതെന്തെന്നറിയോ? അസിത, നിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി മാസിത്ത. നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ, നിന്റെ ഈമാനിന്റെ മുന്നിൽ ഞാൻ തോൽവി സമ്മതിക്കുന്നു മാസിത്ത. നിന്നെ ഞാനൊരു മകളെ പോലെ സ്നേഹിച്ചു പോയി. നിനക്ക് വല്ല മോഹവും ഉണ്ടെങ്കിൽ പറ, നിന്നെ കൊല്ലാൻ പോവുകയാണ്, നിന്നെ കൊല്ലാൻ പോവുകയാണ്. വല്ല മോഹവും ഉണ്ടെങ്കിൽ പറ മാസിത്ത. മാസിത്ത പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് പറയുകയാ, എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ ഈ കിടക്കുന്ന കരിഞ്ഞ 3 ശരീരം എന്റെ കബറിന്റെ അകത്തുനിന്ന് കബറടക്കുമോ? യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ കബറാണ് നബിയേ, ആ പെണ്ണിന്റെ കബറാണ് നബിയേ. ഈമാനിതല്ലേടാ ചെറുപ്പക്കാരാ, ഈമാനിതല്ലേടാ ചെറുപ്പക്കാരാ. നിങ്ങളെ ഈ മാഷിത്തയുടെ തലമുറയിലല്ലേ പെണ്ണ്? അതേ പാരമ്പര്യമല്ലോ, അതേ രക്തമല്ലോ, അതേ ദീനല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മോനെ, അല്ലാഹു നിനക്ക് പല പരീക്ഷണങ്ങളും തരും, ഒന്നിലും നീ പരാജയപ്പെടരുത്. കാരണം അല്ലാഹു നിനക്ക് ഈമാനുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈമാൻ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കും. ചിലപ്പോൾ വിചാരിക്കാൻ തഴമ്പുണ്ട്, താടിയുണ്ട്, പ്രവാചകന ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അള്ളാഹു ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണം നോക്കും, ഇവന്റെ ഈമാൻ ഉറച്ചോ എന്ന്. തോറ്റുകൊടുക്കരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതിനായി ചരിത്രമൊക്കെ പറഞ്ഞ് ബിലാൽ തങ്ങളുടെ ചരിത്രം, മുസ്അബിന്റെ ചരിത്രം, ഉബൈബിന്റെ ചരിത്രം, ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം, ഈ ചരിത്രങ്ങളൊക്കെ വെറുതെ അല്ല പറഞ്ഞ് വായിച്ചു പഠിക്കുക. നിന്റെ പരമ്പര ഇതായിരുന്നു
ഇതായിരുന്നു, നിന്റെ മുൻഗാമികൾ എങ്ങനായിരുന്നു എന്ന് പഠിക്കാൻ. എടാ ഇവര് കിടക്കുന്ന സ്വർഗവാ അല്ലേ? ചെറുപ്പക്കാരെ ഇന്ന് പണ്ടൊക്കെ സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പോ വാപ്പ പറയും, മോളെ കല്യാണം ഉറപ്പിച്ചോട്ടോ, ഈ ഇരിക്കുന്ന പയ്യനാ നിന്റെ കെട്ടിയവൻ. പണ്ട് ഈ പ്രായമുള്ളവർക്ക് ചോദിച്ചറിയാം. സ്കൂള് വിട്ടിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോ പെമ്മക്കളോട് വാപ്പച്ചി പറയും, കല്യാണം ഉറപ്പിച്ചു ഇരിക്കുന്ന ആ പയ്യൻ. പെണ്ണ് കണ്ണന്തിൽ നിൽക്കാം, പെണ്ണ് കണ്ണന്തിൽ പിന്നെ ഒരു കരച്ചിലും പിടിച്ചിലൊക്കെ തന്നെ. ഇന്നങ്ങനല്ല. പെമ്മക്കള് വാപ്പാനോട് പറയും, ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, കെട്ടിച്ചാരംഭിച്ചാരംഭിച്ചാരം. പെമ്മക്കള് വീട്ടിൽ വന്നിട്ട് വാപ്പാനോട് പറയും, എനിക്ക് അവനെ തന്നെ മതി, കെട്ടിച്ചേരാൻ പറ്റുമെങ്കിൽ കെട്ടിച്ചതാ, അല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. ഇതാ അവസ്ഥ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് മുസ്ലിമാണോ അമുസ്ലിമാണോ കുഴപ്പമൊന്നുമില്ല. മുസ്ലിം ആണെങ്കിലും പൊക്കോ മോളെ, വാപ്പച്ച് കെട്ടിച്ചു വിടാ. ഏതെങ്കിലും ഒരുത്തം വരുമ്പോ ബൈക്കിന്റെ പുറകിൽ കയറി പൊക്കോ. അള്ളാഹ് പടച്ചോനെ ദീനും ഇസ്ലാം ഒന്നും വേണ്ട, കയറി പൊക്കോ. നീയൊക്കെ എന്ത് ഉമ്മയും ബാപ്പയും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം നിന്നെയൊക്കെ തല്ലണം. ആദ്യം അള്ളാന്റെ ദീൻ. സ്വന്തം മക്കളെ തിളച്ച എണ്ണയുടെ മുകളിലിട്ട് എണ്ണയ്ക്കകത്തിട്ട് മുക്കി കൊന്നപ്പോഴും ചിരിച്ചോണ്ടാ നിന്ന ഒരു മുസ്ലിം പെണ്ണ്. എന്തിന്? അള്ളാന്റെ സ്വർഗത്തിന്. എടാ വാപ്പ ചങ്ങാതി, നിന്റെ മോൻ അള്ളാഹുവെ പടച്ചവനെ കുരുവിക്കൂട് പോലെ മുടിയും കെട്ടി നടക്കാം. എന്തെങ്കിലും പറയുമോ നീ? നിന്റെ മോൻ 15 വയസ്സുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള പ്രായപൂർത്തിയായി നിന്റെ മോന്റെ മുടി കണ്ടിട്ടുണ്ടോ? അവന്റെ മുടി കണ്ടിട്ടുണ്ടോ? അല്ലാഹു അലം. അവന്റെ വസ്ത്രം കണ്ടിട്ട് നീ ഫക്കീറാ, കീറി പറഞ്ഞ് പാൻറ് വിട്ടു നടക്കുന്നു. നിനക്ക് നല്ല പാൻറ് വാങ്ങിച്ചെടുത്തൂടെ? ഒരു ചെറുപ്പക്കാരൻ എന്നത്തെ പാൻറ് കണ്ട കീറി പറഞ്ഞ പിച്ചക്കാരന്മാരെന്നക്കാരും നല്ല വസ്ത്രം ധരിക്കുക. എന്തിനാ നീ ഇങ്ങനെ ആവുന്ന? ഇസ്സത്ത് നഷ്ടപ്പെടുത്തുക. നീ വിചാരിക്കുന്ന അഭിമാനം. ഒരു നല്ല പാൻറ് ധരിക്കുക, അത് കീറി പറഞ്ഞ് ഇപ്പത്തെ ഒരു മോഡൽ പാൻറുകളുണ്ടോ? എന്റെ പാൻറ് കീറി. എന്തിനാ മക്കളെ? ഇസ്സത്തോടു കൂടി ജീവിക്കുക. അള്ളാഹുവിന്റെ ദീനിനെ പേരുദോഷം കേൾപ്പിക്കരുത്. അള്ളാന്റെ ദീൻ മുറുകെ പിടിക്കുക, ഈമാൻ ഉറപ്പിക്കുക. അള്ളാഹു നിന്നെ പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിങ്ങളെ പരീക്ഷിക്കും. അള്ളയല്ലേ പറഞ്ഞേ. എങ്ങനെയാണ് ഒരു വിശ്വാസിയെ ഞാൻ പരീക്ഷിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞ ഉസ്താദെ, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും ഉസ്താദെ. എന്തിനാ ഉസ്താദെ? അള്ളാഹു എനിക്ക് പ്രയാസം തന്നെ. ഞാൻ എവിടെ വാഴുന്നുണ്ടെങ്കിലും ഏത് മജ്‌ലിസിനൂറിനും ഏത് നല്ല കാര്യത്തിനും എന്റെ കയ്യിലുള്ളത് കൊടുക്കുന്നതാ. ഒരു വഖത്ത് പോലും ഞാൻ ഖളാക്കൂല. ഞാൻ സുന്നത്ത് നോമ്പ് പിടിക്കും. ഞാൻ എല്ലാ കാര്യം എത്ര ഖത്ത് ഓതുന്നു ഉസ്താദെ, എത്ര സ്വലാത്ത് പറയുന്നു, എന്നിട്ടും അള്ളാഹു എന്താ എന്നോട് ഇങ്ങനെ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറയരുത്. പലരും വിചാരിച്ചിരിക്കണത് അള്ളാഹിക്കെന്തോ എന്നെ വല്ലാത്ത വൈരാഗ്യം എന്നോട് എന്തോ അള്ളാഹിക്കെന്തോ ദേഷ്യം, അതുകൊണ്ട് അള്ള ഇങ്ങനെയൊക്കെ ചെയ്യണേ. എത്ര കൊല്ലമായി ഉസ്താദെ കല്യാണം കഴിഞ്ഞിട്ടും മക്കളില്ല. കരഞ്ഞ് നടക്കാം, കരഞ്ഞ് ദുആ ചെയ്ത് നടക്കാൻ മക്കളില്ല. അള്ളാഹുവേ പടച്ചവൻ അങ്ങനെ പരാതി പറയുന്നവരുണ്ട്. ഒരിക്കലും നിങ്ങളെ വെറുത്തിട്ടല്ല, നിങ്ങളത് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, അള്ളാഹിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടാണ് മനസ്സിലാക്കുക. നീ അല്ല വിചാരിക്കുന്നത് അള്ളാഹുവിനെ സന്തോഷം തരുന്നതിനേക്കാൾ ഇഷ്ടം വേദനിപ്പിക്കുന്നു. അങ്ങനെയാണല്ലോ, വേദനിപ്പിച്ചിട്ട് സന്തോഷം കിട്ടുമ്പോഴേ അതിലൊരു സുഖം ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് പറഞ്ഞെന്തെന്നറിയോ? മുത്തുനബി പറഞ്ഞെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അശദ്ദന്നാസി, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയാണ്? കള്ളുകുടിയന്മാരെ, കാഫിരീങ്ങളെ, അല്ലെങ്കിൽ നിസ്കരിക്കാത്തവനെ അല്ല. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദം നബിക്ക്, നൂഹ് നബിക്ക് ചരിത്രം എടുത്ത് നോക്ക്. ആദം നബി, നൂഹ് നബി, മൂസാ നബി, ഈസാ നബി, ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരെയാ അള്ളാഹു ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചതാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ലോകത്തിന്റെ നേതാവാണ്, ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത്. എന്തേ? സ്നേഹമില്ലാത്തോണ്ടാ? നിങ്ങൾ ആലോചിച്ച് വെക്കേ. വാപ്പാനെ കണ്ടോ മുത്തുനബി? തന്റെ വാപ്പാനെ ഒന്ന് കാണാൻ ഭാഗ്യം കിട്ടിയില്ലല്ലോ. ജനിച്ചപ്പോഴേ യതീമായിട്ട് ജനിച്ചു. തന്റെ ഉമ്മാനെ ഒന്ന് നേരെ സ്നേഹിക്കാൻ പറ്റിയോ?
കണ്ടു കൊതിതീരുന്നതിന് ഉമ്മ പോയില്ലേ? പിന്നെ താങ്ങും തണലുമായി നിന്ന് ഓരോന്നായി പോയില്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്തു നോക്ക്. ഉമ്മയുടെ വീട്ടുകാരും കൈയൊടിഞ്ഞു, വാപ്പയുടെ വീട്ടുകാരും കൈയൊടിഞ്ഞിട്ട് എത്ര കാലം നടന്നു. നമ്മൾ ആരെങ്കിലും വിശന്നിട്ട് പച്ചില പറിച്ചു തിന്നിട്ടുണ്ടോ? മനുഷ്യ റസൂലുള്ളാഹി കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ശൈബു അബീ താലിബിന്റെ മലഞ്ചെരുവിൽ കിടന്നിട്ട് പുല്ലുകൾ, മരത്തിന്റെ ഇലകൾ പറിച്ച് കഴിച്ചിട്ട് ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചെന്ന 3 കൊല്ലം 3 ദിവസമല്ല ചരിത്രം പറയുന്നുണ്ട്. ഇലയുടെ മുകളിലൂടെ നടന്നു പോയ പുഴുവിനെ പോലും എടുത്ത് കഴിച്ചെന്ന വിശപ്പ് സഹിക്കാൻ പറ്റാതെ. എന്റെ പ്രിയമുള്ളവരെ, എത്ര മക്കളെ കബറടക്കി ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ 7 മക്കളെ കബറടക്കിയില്ലേ? 1 2 അല്ല. നിങ്ങൾ ആലോചിക്കൽ, തന്റെ പൊന്നാര മക്കളെ എത്ര എണ്ണത്തിനെയാ കബറടക്കിയത്? ഒരെണ്ണത്തിന് പനി വന്നാൽ നമുക്ക് സഹിക്കൂ? അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മക്കളെ ഒരുപാട് പേരെ കബറടക്കിയ വാപ്പയല്ലേ? എത്ര പീഡനങ്ങൾ സഹിച്ചു. വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നടന്ന മനുഷ്യ, തന്റെ വയറ്റില് കല്ല് വെച്ച് കെട്ടിക്കെട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ മുത്തുനബി നടന്നില്ലേ? ഇത്രയും അല്ലാഹു എന്തിനാ കണ്ണുനീര് കുടിപ്പിച്ച്? വെറുത്തത് കൊണ്ടാ? നിങ്ങൾ പറ, വെറുത്തത് കൊണ്ടാ? അല്ല, സ്നേഹം കൂടിയത് കൂടിയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രയാസമോ ദുഃഖമോ ദുരിതമോ ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ ഒരിക്കലും അള്ളാനെ കുറ്റപ്പെടുത്തരുത്, നീ അള്ളാനോട് പരാതി പറയരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല യലമൽ ജസാഅ മഅ യലമൽ ബലാഅ ഖാല നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? ഉണ്ടോ? എന്താ പറയാ? കയറ്റത്തിന് ഇറക്കത്തിന് എന്താ പറയുക? റോഡിൽ കൂടെ പോകുമ്പോ ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കമുണ്ടോ? പറ, ഉണ്ടോ ഇല്ലേ? ഉണ്ടോ ഇല്ലേ? ഉറക്കപ്പുറമുണ്ടോ? ഉണ്ട്. ദുഃഖം കഴിഞ്ഞാൽ സന്തോഷമുണ്ടോ? ദുഃഖം കഴിഞ്ഞാൽ സന്തോഷമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നിനക്ക് അല്ലാഹു ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? അല്ലാഹു നിങ്ങൾക്ക് എല്ലാവർക്കും എന്തേ ദുഃഖം തന്നിരിക്കുന്നേ? സന്തോഷം തരാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ